റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, അതുപോലെ തന്നെ ജനങ്ങൾ ഒത്തുകൂടുന്ന പാർക്കുകൾ, മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ പരിശോധനകളൊക്കെയും നടത്തി വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സാഹചര്യ തെളിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ ഇവരിലേക്ക് എത്താൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരാൾ പുൽവാമ സ്വദേശിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചും നടക്കുകയാണ്. പ്രത്യേകിച്ച് ഹരിയാന ബോർഡറിൽ ആയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം ഈ 4 ഡോക്ടർമാരെയൊക്കെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 7 പേരെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഗുജറാത്തിൽ നിന്ന് 3 പേരെ, ഡൽഹിയിൽ നിന്ന് 2 പേരെ, ജമ്മുകാശ്മീരിൽ 2 പേരെ, അങ്ങനെ 7 പേരാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഡോക്ടർമാരാണെന്നുള്ള വിവരമാണ് അന്വേഷണ സംഘങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇവരുടെ പക്കൽ നിന്നും അമോണിയം നൈട്രേറ്റ്, അതോടൊപ്പം തന്നെ ഓക്കി ടോക്കി, ചില ലഘുലേഖകൾ, അതോടൊപ്പം തന്നെ തോക്കുകൾ, പിസ്റ്റലുകൾ അടക്കം ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജ്യത്ത് നടക്കിയ ഒരു സ്ഫോടനം ഇന്നലെ ചെങ്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളും നൽകേണ്ടത് അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. അവർ എന്തായാലും രാവിലോടുകൂടി കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരടക്കം, പ്രത്യേകിച്ച് ഡൽഹി പോലീസ് മേധാവി അടക്കം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അമിത്ഷാ അടക്കം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം ഈ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. കൂടുതൽ വ്യക്തത അന്വേഷണ സംഘങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനീഷ, സജു, ഇപ്പോൾ ആ പ്രദേശത്ത് എന്താണ് നടക്കുന്നത്? ഏതൊക്കെ സംഘങ്ങളാണ് അവിടെയുള്ളത്? പരിശോധനകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു സജു. അനീഷ, പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോൾ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥരില്ല. നമ്മൾ രാവിലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതാണ്. കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് എത്തും. അതായത് ഇന്നലെ 7 മണി 6:55 കൂടി സ്ഫോടനമുണ്ടായി. ഇന്നിപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഏകദേശം 12 മണിക്കൂറോളം ആവുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്തായാലും കൂടുതൽ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളാണ് ഇനിയിപ്പോൾ വ്യക്തതയാണ് വരേണ്ടത്, അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. ഈ വാഹനം എന്തിനാണ് ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ വാഹനം എപ്പോഴാണ് ഇവിടെ പാർക്ക് ചെയ്തത്, ഏത് സ്ഥലത്തു നിന്നാണ് ഈ വാഹനം എത്തിയത് എന്നുള്ളതടക്കം കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടത് അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. അന്വേഷണ സംഘം അതിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ ഈ ബാരിക്കേഡിന് തൊട്ടുപുറത്താണ് മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങൾ, അതോടൊപ്പം ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം വിദേശ മാധ്യമങ്ങളടക്കം എത്തിയിട്ടുണ്ട്. അവർക്കെയും റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളും വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. എന്തായാലും വിവിധ അന്വേഷണ സംഘങ്ങളാണ് ഈ സ്ഫോടന പരമ്പര അല്ലെങ്കിൽ സ്ഫോടനം അന്വേഷിക്കുന്നത്. വലിയ ഒരു ആക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടു എന്നുള്ള ചില പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മറ്റിടങ്ങളിലേക്കൊക്കെയും വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും അതൊക്കെയും തകർത്തതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു നിരവധി പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്ന് സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ്, അതോടൊപ്പം തന്നെ IED നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയൊക്കെ നടത്തി വരികയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്ര വലിയൊരു സ്ഫോടനം ഇത്ര സുരക്ഷാ മേഖലയായിട്ടുള്ള ചെങ്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചെങ്കോട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ചെങ്കോട്ട പരിസരം. ലാൽക്കില മെട്രോ സ്റ്റേഷന് സമീപം ഈ ഒരു സ്ഫോടനം ഉണ്ടായതിൽ അതീവ ഗൗരവതരമായിട്ടാണ് അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. എന്തായാലും ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ അന്വേഷണ സംഘങ്ങളും അന്വേഷണ വിദഗ്ധരും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി പരിശോധന ഇപ്പോഴും നടത്തുകയാണ്. കൂടുതൽ വ്യക്തത അന്വേഷണ സംഘങ്ങൾ അല്പസമയത്തിനകം ഇതിന്മേൽ വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളോ ഒന്നും കാണാൻ സാധ്യതയില്ല. അനൌദ്യോഗികമായിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായി ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ അന്വേഷണ ഏജൻസികളാണ് ഇതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വ്യക്തത അന്വേഷണ സംഘങ്ങൾ വരും മണിക്കൂറുകളിൽ വിശദീകരിക്കും അല്ലെങ്കിൽ വ്യക്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനീഷ.